മഞ്ചൂത്തര കുഞ്ച തല മഞ്ചൂത്തര കുഞ്ച പ്രിൻസിപ്പളിനോ തുണിക്കാൻ ക്വാർട്ടേഴ്സിലേക്ക് പോയി പറഞ്ഞല്ലേ ഞാൻ വരുമ്പോ എപ്പോഴും അതെ ഒന്നുകിൽ ഉള്ളു കഴിക്കാൻ പോകും അല്ലെ കാപ്പ് കുടിക്കാൻ പോകും ഇതൊന്നും അല്ലെങ്കിൽ ലീവ് 1 മണിയോടെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ തന്റെ വിശദീകരണം ഒന്നും വേണ്ട എനിക്ക് സമയമില്ല 3 മണിക്ക് ജനറൽ ബോഡി മീറ്റിംഗ് ഉള്ളതാ വേമ്പ വിളിച്ചോട്ടോ 10 മണിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളെന്ന് പറഞ്ഞതാ ഇക്കണ്ട നേരം വരെ കാത്തു കണ്ടില്ല ഇനി അന്നത്തിൽ കൈവയ്ക്കുമ്പോഴാവും വരവ് ഇങ്ങോട്ട് ചുണ്ടെടുക്കും പറഞ്ഞ സമയത്ത് വരാതെ തോന്നി നേരത്ത് കയറി വന്നിട്ട് പിന്നെ ചുണ്ടി എടുക്കണ എന്തിനാ അത് അയാളുടെ ചോദിക്കണം ചോദിച്ചൂടെ നിങ്ങൾക്ക് എന്റെ അമ്മണി നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കണേ സെക്രട്ടറി എന്ന് വെച്ചാ ആരാ ഈ സ്ഥാപനത്തിന്റെ സർവാധികാരിയാ സർക്കാരിന്റെ പ്രതിനിധി പാർട്ടിയിൽ അയാളുടെ നിലയും വില എന്താണെന്നറിയോ നിനക്ക് എനിക്കറിയില്ല എന്നാൽ എനിക്കറിയാം അയാളുടെ മുഷ്ണം നമ്മുടെ അത്താഴം മുടങ്ങും എനിക്കാണ് ഈ പഴയ പോലെ വേഷം കെട്ടാനും ചൊല്ലിയാടാനൊന്നും വയ്യേനും ഈ അച്ഛന് വെറുതെ പേടിയാ പേടിക്കേണ്ടവരെ പേടിക്കണം ആ മാധവനുണ്ണി മാഷൊക്കെ പറയാനുള്ള എന്താ വെച്ചാ മൂത്ത് നോക്കി പറയണുണ്ടല്ലോ സെക്രട്ടറി ആയാലും ചെയർമാൻ ആയാലും അദ്ദേഹത്തിന് അത് പറയാം അദ്ദേഹം BA കാരനാ ഇത് വെറും 5ാം ക്ലാസ്സാ വകുപ്പ് റൂളൊന്നും അറിയില്ലേ ആശാനെ ആ പറഞ്ഞ പോലെ കണ്ടോ വന്നു എത്തിയോ ശങ്കരാ വേഗം വരാൻ പറഞ്ഞു അയാൾക്ക് പോകാൻ തുടുക്കണ്ടത്രേ ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി അച്ഛാ അയാൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്താലും തിരക്കേടൊന്നുമില്ല 3 മണിക്ക് ജനറൽ ബോഡിക്ക് പോകണമെന്ന് വേണ്ട അയാൾക്ക് ഇനി ബോഡിക്ക് സമയം തരണ്ട പോയിട്ട് വേഗം വാ എന്നിട്ട് കുറച്ചുകൂടെ ഉണ്ണാ വേണ്ട എന്തെങ്കിലും കാരണം പറഞ്ഞ് മനുഷ്യനെ പന്ത് കെട്ടണം പോലെ തട്ടും വിശപ്പ് കെടും വേണ്ട ശങ്കര നമുക്ക് മാധവണ്ണി മാഷ കൂടി വിളിച്ചിട്ട് പോയാലോ മെക്കെട്ട് കയറുകയാണെങ്കിൽ എന്തെങ്കിലും നല്ല 2 വാക്ക് പറയാൻ സഹായാവല്ലോ വൈകു പോണ വഴിക്കല്ലേ ആയിക്കോട്ടെ ആശാൻ ഇരിക്കുന്നില്ല ഏട്ടനില്ലേ ഇവിടെ ഉണ്ട് വിളിക്കാം ആ ഇരിക്കും ഒന്ന് വിളിക്കും ആശാനെ സമയം വയ്യ എനിക്കൂടെ കിട്ടൂട്ടോ 1 മിനിറ്റ് എന്താ ആശാനെ വിശേഷിച്ച് ഇല്ലേ ഒന്നുമില്ല നമ്മുടെ സെക്രട്ടറി വന്നിണ്ടേ ഓ ഇപ്പോഴാ എത്തിയേ എന്റെ കൂടെ ഒന്ന് വരണം ഒരു കൂട്ട് ഞാൻ എന്തിനാ വരണേ അല്ല ചിലപ്പോ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറും എന്തിന് നന്ദഗോപാലിന്റെ കേസിൽ എന്റെ മൊഴി അയാൾ അറിഞ്ഞിട്ടുണ്ടാവും അയാളൊരു നല്ല കലാകാരനാണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞല്ലോ ആശാ സത്യമല്ലേ പറഞ്ഞത് അതെ എങ്കിലും അത് കലാമന്ദിരത്തിന്റെ കമ്മിറ്റിയുടെ താല്പര്യം അതല്ലല്ലോ
നന്ദഗോപാലൻ പഠിപ്പിക്കാൻ യോഗ്യനല്ല എന്നാണല്ലോ വരുത്തേണ്ടത്. അയാൾ ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരണോണ്ട് ആശാൻ എന്തെങ്കിലും ദോഷമുണ്ടോ? എനിക്കെന്താ ദോഷം? പക്ഷേ കമ്മിറ്റിയും മറ്റ് ആശാന്മാരും കുട്ടികളും ആരും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും ഓർക്കാതെ ആളൊരു ബഹുവം എടുക്കനാണെന്ന് ഞാനിവിടെ പറയുകയും ചെയ്തു. ഇനി അതിന്റെ പേരിൽ എനിക്ക് മെമ്മോ തരുവാണോ? തരട്ടെന്ന്. ഈ മെമ്മോ എന്ന് പറയണത് ആറ്റം ബോംബൊന്നും അല്ലല്ലോ. ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താ പോരെ? ആശാന് കുടിക്കാൻ നാരങ്ങ എടുക്കട്ടെ? വേണ്ട, അതൊന്നും വേണ്ട, സമയമില്ല. വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ. എന്റെ തൊണ്ട വല്ലണു. ആശാനെ സമയം. ഓ, അല്ലെങ്കിൽ വെള്ളം വേണ്ട, നമുക്ക് ഇറങ്ങാം. ആശാൻ ഇങ്ങനെ പേടിച്ചാലോ? ശങ്കര, നീ വയ്ക്കോ. ആശാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ മതി. ചെത്തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മനഃപൂർവ്വം മത്സരിക്കായിരുന്നത്. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിലുണ്ട്. അതുപോലെ ഇപ്പൊ ഈ നീലാണ്ടറൊക്കെ ഒന്ന് ഭരിച്ചു കാണിക്കട്ടെ. അപ്പിയിടും അപ്പി. ഇന്നലത്തെ ചെക്കന്മാര് ഇവനൊക്കെ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, ബോധമുണ്ട്. ഇപ്പോ ഞാനിരിക്കുന്ന ഈ കസേര ഇവനൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? കലാമന്ദിരത്തിൽ നേതാവിന് നോട്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല, സത്യം. ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കഥകളിയും കോലുകളിയൊക്കെ ആർക്ക് താല്പര്യം? മുഖ്യമന്ത്രി പറഞ്ഞു, വേലായുധ, ഈ കലാമന്ദിരം വേലായുധം ശരിപ്പെടുത്തിയെടുക്കണം. കമാന്നൊരു അക്ഷരം എതിര് പറഞ്ഞില്ല, അനുസരിച്ചു. അതാണ് അച്ചടക്കം. എനിക്ക് വേണേ ഖാദി ബോർഡ് കിട്ടും, കശുവണ്ടി കിട്ടും, വിദേശ മദ്യം കിട്ടും. പക്ഷെ ഞാൻ നാവെടുത്ത് ചോദിച്ചിട്ടില്ല. എന്റെ സേവനം ഇവിടെയാണ് ആവശ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഞാൻ ശരിപ്പെടുത്തി എടുക്കും, അതുറപ്പാ. ഇവിടെ അത്ര മോശമൊന്നുമല്ല. 1-2 വിദേശയാത്ര തരപ്പെടുമല്ലോ. ഫണ്ടില്ലെന്നേ. കാശില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഫണ്ട് പിരിക്കാനുള്ള ആലോചനയൊക്കെ ഉണ്ട്. എന്തിനു വേള്? വരുന്നുണ്ട്, വരും, ഇപ്പൊ വരും. തന്നോട് കൈയോടെ വിളിച്ചോണ്ടിരല്ലേ പറഞ്ഞത്? എന്നിട്ട് താൻ പറഞ്ഞിട്ടെങ്കിൽ പോകുന്നു. കരുതാ വേമ വിളിച്ചോട്ട് വേണു. ആരാ പ്രിൻസിപ്പള്? ഒരു കഥകളിക്കാരൻ, രാവുണ്ണി നമ്പീശൻ. പണ്ട് വലിയ കളിക്കാരനായിരുന്നൊക്കെയാ പറയുന്നത്. ആർക്കറിയാം? ആ, എഴുന്നള്ളിയില്ലോ. ഇതാണ് പ്രിൻസിപ്പാള്. ഇവരൊന്നും മനസ്സിലായില്ല. അത് തൽക്കാലം മനസ്സിലാക്കണ്ട. എന്തിനാ മാധവൻ ഉണ്ണി വന്നത്? തന്നെ വിളിച്ചില്ലല്ലോ. ഇല്ല, അങ്ങ് വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാലോ എന്ന് വെച്ചു. ആ നന്ദഗോപാലിന്റെ കേസിൽ നമ്പീശൻ നമ്മുടെ ഭാഗത്തോ അതോ അയാളുടെ ഭാഗത്തോ? അതിനെന്താ സംശയം? നമ്മുടെ ഭാഗത്ത്. പിന്നെ തന്റെ മൊഴി എടുത്തപ്പോ അയാൾ വലിയ കലാകാരനാണെന്ന് താ പറഞ്ഞതോ? അത് ദൈവദോഷം പറയരുതല്ലോ. അയാൾ നല്ലൊരു കലാകാരനാണല്ലോ. അങ്ങനെ ഒരു മൊഴി കൊടുത്താൽ പിന്നെ നമ്മുടെ ഭാഗത്തിന് എന്താ ഒരു ശക്തി? അയാളെ തിരിച്ചെടുക്കുന്നത് കൊണ്ട് ഈ സ്ഥാപനത്തിനോ ഇവിടുത്തെ കുട്ടികൾക്കോ ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വാദിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അതെ, അതങ്ങനെയാണല്ലോ. പിന്നെ അയാൾ മറ്റേ കലാകാരനാണെന്ന് താൻ കോടതി മൊഴി കൊടുത്തതോ? സാർ, കുറെ കൂടി നല്ല വാക്കുകൾ സംസാരിക്കണം. ഇതൊരു കലാസ്ഥാപനമാണ്. അതുകൊണ്ട് ഇതുപോലെ പോക്കറ്റ് പറഞ്ഞിട്ട് ഇയാളെ സ്തുതിക്കണം ഞാൻ. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിവന്ദ്യനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ. ഓ, അങ്ങയുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ആദരവോടെ സംസാരിക്കണം. ആദരവോ? ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവനാ ഞാൻ. ഞാൻ നിങ്ങളെയൊക്കെ മുമ്പ് തലകുറച്ച് നിൽക്കണം? അതൊന്നും വേണ്ട. ഒരു കലാകാരനോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം. കലാകാരന്മാര് കണ്ട ക്രിമിനൽസിന് വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ താല്പര്യങ്ങൾക്കെതിരെ നിന്നാൽ മാനിക്കണം. ആരാണ് സാർ ക്രിമിനൽ? നന്ദഗോപൻ മാഷോ? അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുക്കണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കും. ഇക്കാര്യത്തിൽ സാറിന്റെ താല്പര്യത്തിൽ നിൽക്കാൻ ഞാനോ പ്രിൻസിപ്പലോ തയ്യാറല്ല. എന്റെ പേരിൽ എന്ത് അച്ചടക്ക നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. അത് അദ്ദേഹത്തിന് മാത്രം കാര്യമാണ്, എന്റെ വാക്കല്ല. അതുകൊണ്ട് എന്നോട് നീരസം തോന്നരുത്. ഇറങ്ങിപ്പൊക്കെ മുമ്പിൽ. ആരാ ഈ നന്ദഗോപൻ? പണ്ട് ഇവിടെ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ആളാ. ഒരു റൗഡി. സ്വന്തം ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടു വന്നവനാ. കേസ് വിട്ടുപോയി. അയാളെ തിരിച്ചെടുക്കണ്ടെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. അതിനെതിരെ അയാൾ കേസ് നടത്തുക. ഇതൊന്നും എന്റെ കാലത്തല്ല, ആ നമ്പൂരിച്ചൻ സെക്രട്ടറി ആയിരുന്ന കാലത്താ. കേസ് ഇപ്പോഴും നടക്കുക. പുതിയ കമ്മിറ്റിക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാലോ. അവനെ ഇതിന്റെ പരിസരത്ത് വരുത്താൻ കൊള്ളൂല. അത്രയ്ക്ക് വൃത്തികെട്ടവനാ. എന്നെ അവന് പുല്ലു വിലയാ. ഏഴു നേരവും കള്ളും കഞ്ചാവും തെറിപ്പാട്ടും പൊടി വട്ടുമുണ്ട്.
മാഷേ, എന്റെ മാഷിനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. മാഷ് ഒറ്റയ്ക്ക് ഈ പുഴയുടെ നടുക്ക് വന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആരാ പറഞ്ഞത് ഒറ്റയ്ക്കാണെന്ന്? പിന്നെ ആരാ കൂട്ടിന്? അല്ല പോവാണോ? ഞാൻ നന്ദുമാഷെ ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ? മാഷിന് ഗുണമുള്ള കാര്യമാണ്. ഞാൻ നാടക ട്രൂപ്പ് നിർത്തി. നന്നായി. ഇത് തന്നെ എല്ലാരും പറയുന്നു. പക്ഷെ കലാലോകത്ത് നിന്ന് വെറുതെ തിരിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ല. താൻ പോണ്ട, അവിടെ ഇരുന്നോ. ആ മാഷേ പോകല്ലേ, പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരു ബാലെ ട്രൂപ്പ് തുടങ്ങാമെന്ന് വെച്ചു. ഐഡിയ എങ്ങനുണ്ട്? ആ കഷ്ടം. ഒരു കഷ്ടവുമില്ല. ഇതിൽ ഞാൻ രക്ഷപ്പെടും. ഒരു 3-5 പെൺപിള്ളേരെ ഒത്തുകെട്ടിട്ടുണ്ട്. പൂവമ്പഴം. അതാണോ ബാലയുടെ പേര്? ഏയ്, പൂവമ്പഴം പെൺകുട്ടികൾ. ബാലയുടെ പേര് ഉർവശി ശാപം. കലക്കിയോ? കലക്കേണ്ടി വരും. മാഷ് കലക്കണം. അതിന്റെ രചനയും സംവിധാനവും മാഷ് തന്നെ ചെയ്യണം. മാഷ് വളരെ ഈ നാട്ടുകാരി ചെറ്റകള് മാഷിനെ പറ്റി പലതും പറയുന്നുണ്ട്. മാഷ് കൊലപാതകി ആയിക്കോട്ടെ, കള്ളുകുടിയനായിക്കോട്ടെ, ചട്ടമ്പി ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് കലയാണ് വരുന്നത്. കല വളരണം. ഈ ഉർവശി ശാപത്തിലൂടെ മാഷെ ഞാൻ വലിയ ആളാക്കും. അയ്യോ, നീ ഇവിടെ പല സ്ഥലത്ത് നടന്ന് കല വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. കൈയും കാലും കെട്ടി ഞാൻ നിലയിലെ കയത്തിലെടുത്തെറിയും. ചെറ്റ നന്ദഗോപനെ ആളാക്കാൻ നടക്കുന്നു. വളരാൻ വളമിട്ടാലും വളരാത്ത പൊറ്റ. എന്നും അവൻ ഇങ്ങനെ തന്നെയാണോടി? എന്നും ഇങ്ങനെയൊക്കെ തന്നെയാ. രാത്രി ഏതെങ്കിലും നേരത്ത് വരും. അത്താഴം ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടാ കിടക്കുക. ചിലപ്പോ കഴിക്കും, അല്ലെങ്കിൽ പട്ടിണി. ലഹരി ഒന്നും തൊടാത്ത കുട്ടിയാ. ഇപ്പൊ ബോധമുള്ള നേരല്ല. മനസ്സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ കുടിച്ചാൽ മനസമാധാനം കിട്ടുമോ? ഒക്കെ ശരിയാവും. ഈ പ്രായത്തില് തിരുത്താനും ഗുണദോഷിക്കാനൊക്കെ ഒരു പെണ്ണ് വേണം. നന്ദു സമ്മതിക്കുകയാണെങ്കിൽ ദാമോദരന്റെ കാല് പിടിച്ചും ഞാൻ സമ്മതിപ്പിക്കാം. അത്ര മിടുക്കിയ ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു തോറ്റതാ. ഇനി ഏട്ടൻ തന്നെ പറയൂ. ആ വരുന്നുണ്ട്. വല്യമാമ എപ്പോഴാ വന്ന? ഉച്ചയ്ക്ക് മുമ്പേ എത്തി. ആ. നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൂടി വന്നില്ലല്ലോ. എന്ത് കോലാടാ നിന്റെ. നിന്നെ കുറിച്ച് ഞാൻ എന്തൊക്കെയാ കേക്കണേ. ആ നീ അവിടെ ഇരിക്കേ. വേണ്ട. പഠിപ്പും വിവരമുണ്ട്. മറ്റൊരാൾ ഉപദേശിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തില് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാ ജീവിക്കാൻ പറ്റും. ഒക്കെ അങ്ങോട്ട് മറക്കുക. എന്നിട്ട് പുതിയ ഒന്നിനെ കുറിച്ച് ആലോചിക്കുക. അമ്മാവയോട് നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ പറയണതനുസരിക്കാൻ പറ്റുമോ നിനക്ക്? ബോംബെയിലെ ശേഖരനെ ഞാൻ എഴുതിയിരുന്നു നിന്റെ കാര്യം. അവനൊരു ജോലി അവിടെ ശരിയാക്കിയിട്ടുണ്ട്, ഒരു കമ്പനിയില്. അത് വേണ്ട. ആട്ടും പാട്ടും പഠിപ്പിച്ച് മാത്രമേ നീ ജീവിക്കാൻ കണ്ടിട്ടുള്ളൂ. അതുകൂടി ഇല്ലെങ്കിൽ ഞാനില്ലമ്മേ. നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ നിനക്ക്? ഈ അമ്മയെ പറ്റി വല്ല വിചാരമുണ്ടോ? 5-6 കൊല്ലം ഈ തീ തിന്നാൻ തുടങ്ങിയിട്ട് ഞാൻ. നീ കരയല്ലേ ജാനകി. ഇതൊക്കെ അവനോട് സമാധാനമായിട്ട് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ? ആ നമ്മുടെ പൂമംഗലത്തെ ദാമോദരമേനയുടെ മൂത്ത കുട്ടിയെ കണ്ടിട്ടുണ്ടോ നീയെ? അമ്മാമ്മ എന്നോട് ഇതൊന്നും സംസാരിക്കരുത്. എടാ ഞാൻ പറഞ്ഞ നീയൊന്നും മനസ്സിലാക്കേ. എനിക്കൊന്നും മനസ്സിലാവില്ല. 100 തവണ ഞാൻ അമ്മയോട് ഇതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾക്കെങ്കിലും ഒന്ന് വെറുതെ വിടാം. മോനെ, ഞങ്ങൾക്കില്ലട ആഗ്രഹങ്ങള്. ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ക്ഷമിക്കൂ. ചന്ദ്രികാലോലമാ നാലമ്പലം നലമേഴും സ്വരമാ മരയോലചാരി കിളിവസന്തം ഉണരാത്തതിന്റെ പ്രിയനേ നീക്കണ്ട, കിടന്നോ. വെളുപ്പിന് 5:30 വണ്ടിക്ക് ഞാൻ പോവും. വീട്ടിൽ കൊയ്ത്തിന്റെ സമയാ. കിടന്നോ. എന്റെ ഹൈദ്രോസേ, നീ പാട്ടൊന്നും നിർത്തിയിട്ട് ആ ചെക്കനോട് ചായ തരാൻ പറ. രാജാ ചായ ഒന്ന് വേങ്കോട്. എടുക്കൂല്ലേ?
ഈ അവിടെ കഥകളി ആരാണോ ചായ കൂട്ടാണോ? കണ്ടൂടെ? കണ്ടു. നിന്റെ മുഖത്ത് നവരസങ്ങളും തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. പഠിച്ച കല മറക്കാൻ പറ്റുമോ? 6 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതാ. നീ 6 കൊല്ലം ചെരണ്ടിയതല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? കലാമന്ദിരത്തിന് മുമ്പ് തന്നെ ഒരു ചായക്കട തുടങ്ങാൻ പറ്റല്ലോ. പോരാത്തതിന് പേരിന് മുമ്പിൽ ഒരു വാലും, കലാമന്ദിര ഐദ്രൂസ് എന്ന് പോരെ? വാലായിരുന്നെങ്കിൽ പുറയിലായിരുന്നു നല്ലത്. രണ്ടു ഹൈദ്രോസേ, ഓ, ഒരു ഗ്ലാസ് തന്നെ ഇത്തിരി വെള്ളവും. എന്തിനാ? തിന്നാൻ നിനക്ക് തരാൻ പറ്റുമോ? പറ്റില്ല. മറ്റവൻ പൂശാനല്ലേ, അത് പറ്റിയ ഗ്ലാസ് ഇവിടെ ഇല്ല. എടാ, 1 മിനിറ്റ് മതി. തരില്ലാന്ന് പറഞ്ഞില്ലേ? ആവശ്യത്തിനൊക്കെ ആവാ. ഇതെപ്പോൾ എന്തിനാ പേന്താൻ നടക്കുന്നത്? വെറുതെ അല്ല നീയൊന്നും ഗുണം പിടിക്കാതെ പോയത്. കലാമണ്ഡല ഹൈദരാലിയാകാൻ വന്നിട്ട് ഇപ്പൊ എച്ചിലുടയ്ക്കാനും ഗ്ലാസ് എഴുതാനും ഇടവന്നില്ലേ? നിനക്കത് വേണം, ദുഷ്ടൻ. നിന്നെ പോലെ തേരാപാരം നടക്കുന്നില്ല തണ്ടി തിരിഞ്ഞ്. 1 മാസം കൂടി കഴിഞ്ഞോട്ട്, കോടതി വിധി വന്നോട്ട്, നന്ദു ഇവിടെ തന്നെ തിരിച്ചു വരും. ഒരു സോഡ തരാമോ? ദാഹിച്ചിട്ട് വയ്യ. അത് വേണേ തരാം. എന്റെ ഒടുക്കത്തെ കൂടിയാടാ കരള അരിപ്പായി പോവും. പോട്ടടാ, ആർക്ക് വേണം കരള്? വരട്ടെ, കടാം. ഇന്റെ റബ്ബേ, ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ. എന്താ മാളവിക്ക് പറ്റിയത്? എന്താ കാര്യം പറയൂട്ടി. നടക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ സെക്രട്ടറി സാറ്? സെക്രട്ടറി ആരാ? ദൈവം. ഞാൻ ഇത്രയേറെ ഇവിടെ ഇരുന്ന എന്ത് സംഭവിക്കുമെന്ന് അറിയണമല്ലോ. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, പിടിച്ചിറക്കാൻ ധൈര്യമുള്ളവർ വരട്ടെ, നോക്കാം. എന്റെ ടീച്ചറെ, നമ്മളൊക്കെ കലാകാരന്മാരല്ലേ. ഈ കുട്ടികൾ പഠിക്കണത് ഞാനൊന്ന് കണ്ട എന്താ കുഴപ്പം? അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കുട്ടികൾക്കും അതെ. തന്നെ കണ്ടപ്പോ ഈ കുട്ടി പെട്ടെന്ന് നിർത്തിയത് കണ്ടില്ലേ? അത് നിങ്ങളുടെ കഴിവുകേടാണ്, ഗുരുക്കന്മാരുടെ. പിന്നെ കുറച്ച് ഈ കുട്ടിയുടെ അഹങ്കാരവും. പ്രിൻസിപ്പലിന്റെ മകൾ, വലിയ നാട്യക്കാരി. ഈ കുട്ടിയുടെ മുഖത്ത് ആ ഭാവം മാത്രമേ ഉള്ളൂ, വേറൊരു ഭാവം വിടരുന്നില്ല. പ്രകാശമുള്ള മുഖത്തെ ഭാവങ്ങളുടെ നിറം കാണാൻ പറ്റൂ. ആദ്യം ഈ കരിമുഖം ഒന്ന് മാറ്റാൻ ശ്രമിക്കേ, എന്നിട്ട് അഭ്യസിക്കേ. നടക്കട്ടെ, കൂത്ത് നടക്കട്ടെ. നന്ദഗോപൻ വന്ന് കലക്കിന്ന് പറയണ്ട. അയാള് വല്ല ഭ്രാന്തം പറഞ്ഞതിന് കുട്ടി വിഷമിക്കുന്ന എന്തിനാ? എപ്പോഴും അതെ, കാണുമ്പോഴൊക്കെ ഓരോന്ന് പറയും, ചിലപ്പോ തുറച്ചു നോക്കും. വൃത്തിയായിട്ടവന. ടീച്ചറിന് എന്തൊന്ന് കംപ്ലൈന്റ് ചെയ്തൂടെ? കംപ്ലൈന്റ് ചെയ്താ പിന്നെ കാണുമ്പോ അയാൾ വല്ല തോന്നിയാസവും പറഞ്ഞാലൊന്നും ഭയന്നിട്ടാ. ഏത് നേരവും മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാവും. ടീച്ചർക്ക് പേടിയാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാം, എനിക്ക് പേടിയൊന്നുമില്ല അയാളെ. മർക്കടവരനുടെ വാക്കുക കേട്ടു മർക്കടവരനുടെ വാക്കുക കേട്ടു ഉൾക്കടരോഷമിയം നരകരുടെ ഒക്കടമുത്തകുരങ്ങാനിന്നുടെ ധിക്കാരം അവകൻ കരുതി ഒക്കടമുത്തകുരങ്ങാനിന്നുടെ ധിക്കാരം അവകൻ കരുതി. നന്നായിരിക്കുന്നു, നല്ല ഗ്രേസ്. നന്ദി. സത്യത്തിൽ കുറെ കൂടി കണ്ടെത്തപ്പെടേണ്ട ഒരു കലയാണ് തുള്ളൽ. നന്നായി അവതരിപ്പിച്ച കഥകളിക്കൊപ്പം നിൽക്കേണ്ടതാണ്. ആരംഗീകരിക്കും മാഷേ? നാടൻ തുള്ളക്കാര് തുള്ളി തുള്ളി വില കളഞ്ഞ കലയല്ലേ ഇത്? പോയ വില നമ്മൾ നേടണം. കഥകളിയേക്കാൾ ലളിതം. പക്കമേളത്തിന്റെയോ വേഷഭൂഷാദികളുടെ പിന്തുണയില്ല. എല്ലാ കഥാപാത്രങ്ങളെ ഒരാൾ തന്നെ രംഗത്ത് അവതരിപ്പിക്കണം. നൃത്തവും നൃത്യവും വാചികവും ആംഗികവും സാത്വികവുമായ അഭിനയത്തിനുള്ള സാധ്യത
റിയലി ഇറ്റ്സ് ഗ്രേറ്റ്. മാഷയെ പോലെ ഒരാള് ഇത് പറഞ്ഞു കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞാ പോരാ, ജനങ്ങളെ കൊണ്ട് പറയിക്കണം. സെക്രട്ടറി തന്റെ ജോലി ഇവിടെ തുള്ളൽ പിടിപ്പിക്കലാണോ അതോ കണ്ട കള്ളുകൂടിയന്മാരെ അകത്ത് വിളിച്ചു കയറ്റി സ്വറ പറയലാണോ? ഞാൻ പഠിപ്പിക്കായിരുന്നു, അപ്പോഴാ മാഷ് വന്നത്. ആ പാവത്തിനെ വരട്ടണ്ട. പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. നിന്നോട് പറയാൻ തന്നെയാ വന്നത്. പുറത്തിറങ്ങി പോണം. നിങ്ങളുടെ വീട്ടിൽ വന്നാ നിങ്ങൾക്ക് എന്നെ ഇറക്കി വിടാം. ഇതൊരു പൊതു സ്ഥാപനമാണ്. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക്, ഇവിടുത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്കിവിടെ വരാം, കാണാം, ഇവിടെ ഇരിക്കാം. ഓഹോ, കലാകാരനായതുകൊണ്ട് എവിടെയും കയറി എന്തലപ്പം കാണിക്കാത്തോ? ആ പെണ്ണുങ്ങളുടെ കടലിൽ കയറി അവരെ അവമാനിച്ചത് എന്ത് അവകാശത്തിന്റെ പേരിലാണോ? ഓഹോ, അത് ശരി. ആര് പറഞ്ഞു ഇത്? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, താനത് ചെയ്തോ? ഇല്ല. വേലായുധനോട് വേല വേണ്ട, മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ ഇല്ല തടികേടാവും. ഓ അത് ശരി. തല്ലി ഇറക്കോ? എന്നാ തല്ലേ തല്ലേ. നന്ദഗോപാല, ഇതിന്റെ ഉള്ളിൽ കിടന്ന് ബഹളം കൂട്ടരുത്. ദയവേത് പുറത്തു പോകൂ. തല്ലി ഇറക്കുന്നല്ലേ ഇയാൾ പറഞ്ഞേ? ഞാൻ ഇവിടെ തന്നെ കിടന്ന് കറങ്ങാൻ പോവാ. ഇയാൾ ഞാൻ തല്ലി ഇറക്കട്ടെ. അയാൾ എവിടെങ്കിലും പോയി തൊലയട്ടെ സാറേ. പിന്നെ ഞാൻ എന്തിനാടോ ഈ കസേരക്കൽ സെക്രട്ടറി പറഞ്ഞ് മീശ വെച്ചിരിക്കുന്നേ? മീശ വേണമെങ്കിൽ പഠിക്കാവുന്നേ. കനിവോടി ബനുടെ ശക്തി, കനിവോടി ബനുടെ ശക്തി, കാണ്ടേയും മമതത്വം, കാണ്ടേയും മമതത്വം, ഇവനെ അറിയിക്കയോ, ഇവനെ അറിയിക്കയോ വേണമല്ലോ, വേണമല്ലോ. ഒരു 100 പ്രാവശ്യം പറഞ്ഞു തന്നിട്ട് മനസ്സിലായിട്ടില്ല കൊരങ്ങൻ. ഇങ്ങനെ ഇവന് മാഷിന്റെ വിഷയ താല്പര്യം. ഭരതനാട്യം കഥകളിക്ക് ചേർന്ന് നിന്റെ നിർബന്ധം കൊണ്ടാ. വിരല് വളച്ച് കാണിച്ചാൽ മുദ്രയാവില്ല, അതിന് സൗന്ദര്യം ഉണ്ടാവണം. ഇല്ലേ മാഷേ? ഈ മുദ്രകൾ ഭാഷയാണ്. നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതിയാൽ എളുപ്പം വായിക്കാം, അല്ലേ? ഇല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടാവും, മനസ്സിലാവില്ല. കഥകളി സാമാന്യ ജനത്തിന് മനസ്സിലാകാത്തതും അതുകൊണ്ടാണ്. വടിവില്ലാത്ത മുദ്രക്കൈകൾ, വെറും ശാസ്ത്രീയമായ അഭ്യാസം മാത്രമാകുന്ന അഭിനയം, ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. വിദ്യ കൊണ്ട് നേടാൻ പറ്റുന്നതല്ല കല, വാസനയാണ് കല, ഈശ്വരാനുഗ്രഹമാണ്. തെറ്റുണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഏയ്, അതാണ് സത്യം. ആ കലാശം നിർത്തേ. കുട്ടികളിയൊക്കെ ഇവനാ ആള്. ഓ ഇവനാണോ? എഴുന്നേക്കടാ. എന്താ കാര്യം? അറിയണോ? സർ പ്ലീസ്, ഇവനെ പിടിച്ച് വണ്ടി കയറ്റ. എന്റെ അനുവാദമില്ലാതെ എന്റെ കളരി കയറാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? സെക്രട്ടറിയുടെ അനുവാദമുണ്ട്. ഇയാളുടെ പെർമിഷൻ എന്തിനാ? എന്ത് കുറ്റം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? പറഞ്ഞു തരാം. അവിടെ സ്റ്റേഷനോട് ചെല്ലട്ടെ. കേറടാ. ഇപ്പൊ മനസ്സിലായോ എന്നോട് കളിച്ചാ എങ്ങനെ ഇരിക്കുന്ന? എന്നെ ഇവര് കൊണ്ടുപോയി കൊല്ലുമൊന്നുമില്ല, ഞാനും മനസ്സിലാക്കി തരാം. അയാൾ അവിടെ കളരിയിൽ വന്നിരുന്നു. എന്താ സാർ കുഴപ്പം? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, താൻ അന്വേഷിക്കണ്ട. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? സെക്രട്ടറി പറഞ്ഞ അനുസരിക്കാനല്ലേ പറ്റൂ. എടാ, നീ സെക്രട്ടറിക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കൂടാ പട്ടി? ഇനി അതിനുള്ളിൽ കയറുവടാ. ഇനി മതി സാർ. ഒന്നും കൊടുക്കണ്ട, മര്യാദ പഠിക്കട്ടെ അവൻ. എന്ത് വേണം? ഒരു കാര്യം പറയാനുണ്ട്. നന്ദഗോപാലിന്റെ പേരില് കേസ് രജിസ്റ്റർ ചെയ്യരുത്. അയാൾ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. അയാൾ പെൺകുട്ടികളുടെ ക്ലാസ്സിൽ കയറി ബഹളം ഉണ്ടാക്കിയെന്ന് സെക്രട്ടറി പറഞ്ഞതോ? അങ്ങനെ ഒന്നും ഉണ്ടായിണ്ടാവില്ല. ഇടയ്ക്ക് അവിടെ വരാറുണ്ട്, ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇൻസൾട്ടായിട്ട് തോന്നിട്ടുണ്ടാവും, അത്രേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. മദ്യപിച്ച് അവിടെ ചെന്ന് തെറ്റല്ലേ?
അയാളുടെ സഞ്ചിയിൽ അരക്കുപ്പി ചാരായം ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് ഞാൻ പറയില്ല. ഈ പറയണ ബഹളമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. വെറും വ്യക്തിവൈരാഗ്യമാണ് ഇതിന്റെ പിന്നിൽ. അയാളുടെ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി കലാമന്ദിരം കമ്മിറ്റിയുമായിട്ടൊരു കേസ് നിലവിലുണ്ട്. അതിനിടയിൽ ഇത് ചാർജ് ചെയ്താൽ അത് ആ കേസിനെ ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ചാർജ് ചെയ്യരുത്. ചാർജ് ചെയ്യാൻ റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. സെക്രട്ടറിക്ക് ആ ബുദ്ധി തോന്നുന്നതിന് മുമ്പ് അയാളെ വിടണം സാർ. അയാളുടെ ഭാവി ഓർത്തെങ്കിലും സാർ ദയവ് കാണിക്കണം. ഇനി അയാൾ വല്ല കുഴപ്പമുണ്ടാക്കോ? ഇല്ല സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. ഞങ്ങൾ ഉറപ്പ് തരാം. അവൻ അങ്ങനത്തെ ആളല്ല. ഉറപ്പൊന്നും പറയണ്ട. അയാളുടെ ഹിസ്റ്ററി ഇവിടെ പോലീസുകാർ പറഞ്ഞു കേട്ടു. ആര്യയെ കൊന്ന ആളല്ലേ. കേസ് വെറുതെ വിട്ടു എന്ന് വെച്ച് കൊന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല സാർ, അവൻ ആരും കൊല്ലാൻ പറ്റൂല. സുമംഗലെ അവന് ജീവനായിരുന്നു. അതുകൊണ്ടായിരിക്കും തീ വെച്ച് തന്നെ കൊന്നത്. ഏതായാലും അവനെ ഞാൻ വിട്ടുതരാം. പക്ഷേ ഇനി അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നിങ്ങൾ ഇടയ്ക്ക് ഇതിനകത്ത് കയറ്റിയിട്ട് ഞാൻ ചവിട്ടും. എന്ത് വേണമെങ്കിലും ചെയ്തോ സാർ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ. ശരീരത്തിന്റെ വേദന മാറാൻ അസല. ശരീരത്തിന്റെ വേദന എന്നും മനസ്സിന്റെ വേദന എന്നും ഒക്കെ ഓരോ കാരണം പറയാണ്ടല്ലോ. ഉപ്പില്ലാതെ ബാക്കി എന്റെ അടുത്ത് കയറ്റി എല്ലാ വേദനയും മാറട്ടെ. ഇതുകൊണ്ടൊന്നും മനസ്സിന്റെ വേദന മാറില്ല. അത് മാറണമെങ്കിൽ മരിക്കണം. പിന്നെ എന്തിനാ ഇതൊക്കെ കഴിക്കണേ? ഒരു സുഖം. ചിലപ്പോ ഓർമ്മകളൊന്നും ഇല്ലാണ്ടാവും. സുഖം ബ്ലാക്ക് ഔട്ട്. ചിലപ്പോ ഓരോന്നും 1000 മുഖങ്ങളോടെ വരും. മല്ലീശ്വരന്റെ അമ്പ് പോലെ. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000. ആയിരങ്ങൾ. മാഷിന് ഇവിടം വിട്ട് എവിടെയെങ്കിലും പോക്കൂടെ? ദൂരെ എവിടെയെങ്കിലും. ഡാൻസേഴ്സിന് എവിടെ ചെന്നാലും ജോലിക്ക് പഞ്ഞമില്ല. വെറുതെ ഈ കേസിന്റെ വഴകിന്റെ ആവശ്യമില്ലല്ലോ. മാത്രമല്ല ഇവിടെ എല്ലാരും മാഷിനെ കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ടാണ്. എനിക്കറിയാം. പലർക്കും ഞാൻ ക്രിമിനലാണ്, കള്ളുകുടിക്കാരനാണ്, കഞ്ചാവ് വലിക്കാരനാണ്, വൃത്തികെട്ടവനാണ്. ഒക്കെ ശരിയാണ്. നന്ദു സ്വയം അങ്ങനെ ആയതല്ല, ആക്കിയതല്ലേ അവൾ. എന്റെ സുമംഗല എന്നെ ഒരു കോമാളിയാക്കിയിട്ട് രസിക്കാണവൾ. രസിക്കട്ടെ. നന്ദു, അവൾക്ക് എന്തും തമാശയാണ്. എന്റെ കൂടെ ഉണ്ട് ഏത് നേരവും. ഈ പുഴയും കലാമന്ദിരവും ഒക്കെ വിട്ട് ഞാൻ എങ്ങോട്ടും പോണത് അവൾക്ക് ഇഷ്ടമല്ല. അതാ മാഷ ഞാൻ പോവാത്തത്. അവന്റെ ഭ്രാന്ത് തുടങ്ങി. കള്ളും കഞ്ചാവും ഒക്കെ കയറ്റിയിട്ട് ഓരോന്ന് പറയും, ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. പറഞ്ഞോട്ടെ, നിങ്ങളൊക്കെ പറഞ്ഞോ. നന്ദൊരു മുഴു ഭ്രാന്ത. പക്ഷെ മാഷെ ഇപ്പൊ ഞാൻ അവളെ കണ്ടു. ഇത് ലഹരി വിഭ്രാന്തിയൊന്നുമല്ല. ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കിനെ കുറിച്ച് മാസ്റ്റർക്ക് അറിയാമല്ലോ. സീതാരാമായണം. ഞാനത് എഴുതുമ്പോഴും കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടു പോലീസുകാർ കൊണ്ടുപോയി തല്ലിയതിന് പരിഹസിക്കുക. കാണോ, ഞാൻ പാടിയാൽ അവൾ വരും, നൃത്തം ചെയ്യും. സത്യം. മാങ്ങാത്തൊലി മതി, വാ നമുക്ക് പോവാ. ഞാനല്ലേ, നിങ്ങൾ പോയിക്കോ. മാഷിന്ന് ഇത്തിരി അധികമായിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് വയ്ക്കും. മാഷെ ഞാനൊരു ഇത്തിരി നേരം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി 5 ദിവസത്തിന് സ്വഭാവം മാറ്റരുത് കേട്ടോ. വാ, ഒരു ഓട്ടോ വിളിച്ചു വിടാം. വേണ്ട, ഇങ്ങനെ കയറി എന്റെ വീടായില്ലേ. നിങ്ങൾ പോയിക്കോ. നീ പോയിട്ടാ ഞങ്ങൾ പോകുന്നുള്ളൂ. ശരി, ഞാൻ ആദ്യം പോവാ. കഷ്ടം. ഒക്കെ വിധിയാണ്. അല്ലെങ്കിൽ എവിടെ എത്തേണ്ടവനാ? ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട്. സീതാരാമായണം എന്ന് പറഞ്ഞ വർക്ക് കണ്ടിട്ടുണ്ട് മാഷ്? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാൽമീകി കാണാത്ത സീതയാണ് ഇവന്റെ സീത. അവൻ തന്നെ എഴുതി പുതിയൊരു ഡാൻസ് സ്റ്റൈൽ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ എന്ത് ചെയ്യും? ഭാഗ്യല്ല. ഇത് മനസ്സിലാക്കാനും കാണാനും ഇവിടെ ആരില്ലതാനും. മൂപ്പര് തനിച്ച് പോകോളൂ. അതൊക്കെ പോയിക്കോളൂ. മൂപ്പർക്ക് ഇത് പതിവാ. വരി, നമുക്ക് പോവാ.